السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള മുഖ്തസറായിട്ടുള്ള ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്ത കിതാബാണ് നാം വായിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് ജുമുഅ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യ ജുമുഅയിൽ, മദീനയിലേക്കുള്ള ഹിജ്റയിൽ നിർവഹിച്ച ആദ്യ ജുമുഅയിൽ അവിടുത്തെ ഖുതുബ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ വായിച്ചിരുന്നു. അടുത്ത ഫസ്ൽ ഈ കിതാബിൽ വരുന്നത് ഫസ്ലുൻ ഫി തഅദീമി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന് കൊടുക്കേണ്ട മഹത്വം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകാന മിൻ ഹദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅദീമു ഹാദൽ യൗമി വതശ്രീഫുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ, നിർദ്ദേശത്തിൽപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിന്, വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകം ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിച്ചിരുന്നു എന്നത്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ, ഇതിന് മുൻപുള്ള ഭാഗത്തിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദിവസത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും അധികം യൗമുൽ ജുമുഅയുടെ ഫضൽ വന്നിട്ടുള്ളത്, എന്തെല്ലാമാണ് ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ളത് എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകം തഅലീം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും നല്ല ദിവസങ്ങൾ തന്നെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങളെ, ചില സമയങ്ങളെ, ചില സ്ഥലങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെ അശ്രദ്ധമായി കളയേണ്ട ഒരു ദിവസമല്ല. അതിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജിന്നുവർഗവും മനുഷ്യവർഗവുമല്ലാത്ത മറ്റെല്ലാ ജന്തുജീവജാലങ്ങളും വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ, യൗമുൽ ജുമുഅ ആയിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ, ഇപ്പം നമ്മൾ യൗമുൽ ജുമുഅയിലായി തുടങ്ങി, അത് അവസാനിക്കുന്നത് വരെ അവർ ഭയപ്പെടുന്ന, ഭയം കൊണ്ട് വിറവുള്ളുന്ന അവസ്ഥയിലായിരിക്കും അന്ത്യനാളിനെ കുറിച്ച് ആലോചിച്ച്. അപ്പം അത്ര ഗൗരവത്തിലുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ പ്രത്യേകം തഅലീം ചെയ്യാനും, അതുപോലെ തഖ്സീസുഹു ബിഖസാഇസ്, ചില പ്രത്യേക കാര്യങ്ങൾ ആ ദിവസത്തിൽ പരിഗണിക്കാറുമുണ്ടായിരുന്നു, ചെയ്യുന്നതിലും അതുപോലെയുള്ള കാര്യങ്ങളിലും. അതെന്തെല്ലാം കാര്യങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹു യഖറഉ ഫി ഫജ്രിഹി ബിസൂറതൈ അലിഫ് ലാം മീം തൻസീൽ വഹൽ അതാ അലൽ ഇൻസാൻ ഫഇന്നഹുമാ തദമ്മനതാ മാ കാന വമാ യകൂനു ഫി യൗമിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളിയാഴ്ച ദിവസത്തിൽ ശ്രദ്ധിച്ചിരുന്ന, പ്രത്യേകമാക്കിയിരുന്ന ഒരു കാര്യമാണ് അന്നഹു യഖറഉ ഫി ഫജ്രിഹി, യൗമുൽ ജുമുഅയുടെ ഫജ്റിൽ, സുബ്ഹി നിസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് ബിസൂറത്തൈ, രണ്ട് സൂറത്തുകളാണ്. അതേതാണ്? അലിഫ് ലാം മീം തൻസീൽ, ഒന്നാമത്തേതിൽ അലിഫ് ലാം സജ്ദ എന്ന സൂറത്ത്, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇൻസാൻ എന്ന് പേരുള്ള, സൂറത്തുൽ ദഹർ എന്നെല്ലാം പേരുള്ള ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് ആരംഭിക്കുന്ന സൂറത്ത്. ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു.
നമ്മൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ പാരായണങ്ങളിൽ ഈ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൂറത്തുകളാണ് ഈ സാധാരണയുള്ള നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത്. എന്തായിരുന്നു അതിന് കാരണം? അതാണ് പറയുന്നത്, ഫഇന്നഹുമാ തദമ്മനത മാ കാന വമാ യകൂൻ. കാരണം ആ രണ്ട് സൂറത്തുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്താണ് ആ ദിവസത്തിൽ സംഭവിച്ചത് എന്നുള്ളതും വമാ യകൂനു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതും ഫി യൗമിഹ, ആ ദിവസത്തിൽ. അതായത് വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, ആദം നബി അലൈഹി സ്വലാം അവിടുന്ന് പുറത്താകുന്നത്, ഭൂമിയിലേക്ക് എത്തുന്നതെല്ലാം വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ നടന്നതും നടക്കാനിരിക്കുന്നതും, ഈ ദിവസത്തിൽ നടന്നുപോയതും ഇനി നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ പരാമർശിക്കുന്ന സൂറത്തുകളായതുകൊണ്ടാണ് ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പാരായണം ചെയ്തിരുന്നത്. അല്ലാതെ ഒരിക്കലും സജദയുടെ സുജൂദ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ സൂറത്തു സജദ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നത്. മുമ്പേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് ചില ആളുകൾ അവരുടെ അറിവില്ലായ്മ കാരണത്താൽ സജദ ഓതിയിട്ടില്ല എങ്കിൽ സുജൂദുള്ള വേറെ ഏതെങ്കിലും സൂറത്ത് ഓതും, എന്നിട്ട് വെള്ളിയാഴ്ച രാവിലത്തെ ഫജ്റിന് ഒരു സുജൂദ് ചെയ്യും. അല്ലെങ്കിൽ സജദ മാത്രം രണ്ടായിക്കൊണ്ട് ഒന്നാമത്തെ റക്അത്തിൽ ഒരു ഭാഗം, രണ്ടാമത്തെ റക്അത്തിൽ മറ്റേ പകുതിയായിട്ട് ഓതും. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തുകൾ പാരായണം ചെയ്തത് അതിന്റെ തഫ്സീർ, അതിന്റെ ആശയം അത് ഉറ്റുആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധമുണ്ട്. കാരണം ആ രണ്ട് സൂറത്തുകൾ എടുത്തു നോക്കിയും മനുഷ്യന്റെ ജനനം, അതുപോലെ തന്നെ ജീവിതം, പരലോകം, സ്വർഗം, നരകം, ഈ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധമുള്ളത് കൊണ്ട് നടന്നുപോയ കാര്യങ്ങളും നടക്കാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പരാമർശിക്കുന്നത് കൊണ്ടാണ് ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തിട്ടുള്ളത്. വമിൻഹ, അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് ഇസ്തിഹ്ബാബു കസ്റത്തി സ്വലാത്തി ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ലൈലതിഹി. വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും, അതായത് ഇന്നത്തെ നമ്മുടെ ഈ രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറയാണ്, ലിഅന്ന കുല്ല ഖൈറിൻ നാലത്ഹു ഉമ്മതുഹു ഫിദ്ദുനിയ വല്ലാഖിറ. ഈ ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ ഖൈറും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ ഖൈറും, പരലോകത്ത് ലഭിക്കുന്ന ഖൈറും ഫഇന്നമാ നാലത്ഹു അലാ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന മാത്രമാണ് അതെല്ലാം ലഭിച്ചിട്ടുള്ളത്. ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത് കൊണ്ടും മാത്രമാണ് ദുനിയാവിലും പരലോകത്തും ഒരാൾക്ക് രക്ഷയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നതുകൊണ്ട് തന്നെ ഈ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളം സ്വലാത്ത് ചെല്ലൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയാണ്, വഅളമു കറാമത്തിൻ തഹ്സുലു ലഹും യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കറാമത്ത് എന്ന് പറഞ്ഞാൽ ഫഇന്ന ഫീഹി ബഅഥഹും ഇലാ മനാസിലിഹിം ഫിൽ ജന്ന വഹുവ യൗമുൽ മസീദ് ലഹും ഇദാ ദഖലൂഹാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകളിൽ സ്വർഗാവകാശികൾ എത്തുന്നത്. അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് ആളുകളെല്ലാം അങ്ങാടികളിൽ, സ്വർഗത്തിന്റെ അങ്ങാടികളിൽ ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. അത് മാത്രമല്ല, വഹുവ യൗമുൽ മസീദ് ലഹും ഇദാ ദഖലൂഹാ. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരു ദിവസമുണ്ട്, യൗമുൽ മസീദ് എന്നാണ് ആ ദിവസത്തിന് പറയുക. യൗമുൽ മസീദ് ഖുർആനിലൊക്കെ പരാമർശിച്ചിട്ടുള്ള മസീദിന്റെ ദിവസം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ദിവസത്തിലാണ് സ്വർഗാവകാശികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്ന ദിവസം. അള്ളാഹുവിനെ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ സ്വർഗാവകാശികൾ കാണും. അതുപോലെ അല്ലാഹു തആല അവരോട് സംസാരിക്കും, അവർ അള്ളാഹുവിനോട് സംസാരിക്കും.
അതിനുള്ള ദിവസമായി അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് ഈ ദിവസത്തിന്റെ ഒരു ശ്രേഷ്ഠതയായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമാണത്. സൽഫുകൾ പറഞ്ഞത് കാണാം, ബാക്കിയുള്ള സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം മറന്നു പോകുന്ന ഒരു നിമിഷമാണ് അള്ളാഹുവിനെ കാണുമ്പോൾ. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആവർത്തിച്ച് അള്ളാഹുവിനെ അവർ കാണും. മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയാൽ കാണും. അത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു മഹത്വമാണ്. എന്നിട്ട് പറയാണ്, വഖുർബുഹും മിർ റബ്ബിഹിം യൗമൽ മസീദി വസബ്ഖുഹും ഇല സിയാദതി ബിഹസ്ബി ഖുർബിഹിം മിനൽ ഇമാമി യൗമൽ ജുമുഅതി വതബ്കീരിഹിം ഇലൈഹാ വഖുർബുഹും മിർ റബ്ബിഹിം. സ്വർഗത്തിൽ ആ സത്യവിശ്വാസികൾ അവരുടെ റബ്ബിലേക്ക് അടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൗമൽ മസീദ് ആ ദിവസം, വസബ്ഖുഹും ഇല സിയാദതി ബിഹസ്ബി ഖുർബിഹിം മിനൽ ഇമാമി യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം ഇമാമിനോട് ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരായിരിക്കും നാളെ സ്വർഗത്തിൽ ഈ യൗമുൽ മസീദിൽ, അവിടുത്തെ ഈ ജുമുഅ ദിവസത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. വതബ്കീരിഹിം ഇലൈഹ. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ആരാണോ നേരത്തെ മസ്ജിദിലേക്ക് പുറപ്പെടുന്നത്, ജുമുഅയിലേക്ക് പുറപ്പെടുന്ന, നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നത്, അവരും അങ്ങനെയുള്ളവരാണ് ഇമാമിന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം കിട്ടുക. ആ ഇമാമിനോട് എത്രയാണോ അവർ അടുത്തിരിക്കുന്നത് അത്രയാണ് നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിനോട് അടിമകൾ അള്ളാഹുവിനെ കാണുന്ന ദിവസം അടുക്കുക. ആരാണോ കൂടുതൽ ഇമാമിനോട് അടുത്തിട്ട് നിൽക്കുന്നത്, ആരാണോ അത് ശ്രദ്ധിക്കുന്നത്, അവരായിരിക്കും നാളെ സ്വർഗത്തിലും അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്, നമ്മൾ അശ്രദ്ധമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും അത്. ഇമാമിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം വെള്ളിയാഴ്ചകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ലഭിക്കാൻ നമ്മൾ നേരത്തെ പുറപ്പെടാനോ എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക ആ കാര്യത്തിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനോടാണ് നമുക്ക് അടുക്കാനുള്ള അവസരം ലഭിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വമിൻഹ, അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൽ-ഇഗ്തിസാലു ഫി യൗമിഹ. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നത് വഹുവ അംറുൻ മുഅക്കദുൻ ജിദ്ദൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഉലമാക്കളുടെ ഇടയിൽ ഒരു ചർച്ചയുള്ള വിഷയമാണ്, വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് വാജിബാണോ അതല്ല മുസ്തഹബായിട്ടുള്ള കാര്യമാണോ എന്ന്. കാരണം രണ്ട് ആശയത്തിനും ഹദീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ വാജിബാണെന്ന് പറയുന്നവർ പറയുന്ന ഹദീസ്, ഗുസ്ലുൽ ജുമുഅതി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ. പ്രായപൂർത്തി എത്തിയിട്ടുള്ള എല്ലാവരുടെ മേലെയും വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് വാജിബാണ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറെ ഒരു ഹദീസിനെ കൂടി ബന്ധിപ്പിച്ച് അത് മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ്, മൻ തവദ്ദഅ യൗമൽ ജുമുഅതി ഫബിഹാ വനിഅമത്. ആരാണോ വെള്ളിയാഴ്ച വുദു എടുക്കുന്നത്, നിസ്കാരത്തിന് കുളിച്ചിട്ടില്ല, വുദു മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നല്ലൊരു കാര്യമാണ്. വമൻ ഇഗ്തസല ഫൽ ഗുസ്ലു അഫ്ളൽ. ആരാണോ കുളിക്കുന്നത്, കുളിക്കലാണ് ഉത്തമം എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ വാജിബാണ്, അത് ഒഴിവാക്കിയാൽ അയാൾ കുറ്റക്കാരനാകുന്ന തരത്തിലല്ല, പക്ഷേ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്നതിനെ അറിയിക്കാൻ വേണ്ടി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വവുജൂബുഹു, ആ കുളി വാജിബാണ് എന്നുള്ളത് അഖ്വാ മിൻ വുജൂബിൽ വുദൂഇ മിൻ മസ്സിദ് ദക്കർ വറുആഫി വൽഖൈഇ വവുജൂബി സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തശഹുദിൽ അഖീരി. ചില കാര്യങ്ങൾ ദീനിന്റെ മസ്അലകളിൽ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്, ഇന്ന കാര്യങ്ങൾ വാജിബാണോ അല്ലേ എന്നുള്ളത്. ആ ചർച്ചയിൽ വാജിബാണ് എന്ന് പറഞ്ഞ അഭിപ്രായമുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, വുജൂബുൽ വുദൂ മിൻ മസ്സിദ് ദക്കർ. ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ വുദു എടുക്കണോ വേണ്ടേ ചർച്ചയുണ്ട്. ധാരാളം പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വറുആഫ്, മൂക്കിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ, വൽഖൈ, ഛർദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ തശഹുദ്, അവസാന തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലൽ, ഇതെല്ലാം വാജിബാണോ അല്ലേ എന്നുള്ള ചർച്ചയുള്ളത്. അപ്പൊ ധാരാളം പണ്ഡിതന്മാർ വാജിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന്റെ ചർച്ചകൾക്ക് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പറയാണ്, അതിലൊക്കെ വാജിബ എന്ന് പറഞ്ഞതിനേക്കാൾ
ഗൗരവത്തിൽ വാജിബുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത്. കാരണം അതിലെ ചർച്ചകൾ അറിയുന്നവർക്ക് അറിയാം അത് എത്രത്തോളമാണ് ചർച്ച. അതിനേക്കാളൊക്കെ ഒന്നുകൂടി പ്രാധാന്യമുള്ള കാര്യമാണ് ഈ കുളിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണത്താൽ കുളിക്കാൻ സാധിച്ചില്ല, എന്തെങ്കിലും ഒരു കാരണത്താൽ, വലിയ അശുദ്ധിയോ മറ്റൊന്നുമില്ല, പക്ഷെ അല്ലാതെ കുളിക്കാൻ സാധിച്ചില്ല വെച്ചുകൊണ്ട് ജുമ പാഴായി പോകുന്നില്ല. പക്ഷേ കുളിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അധിക പണ്ഡിതന്മാരും അത് വാജിബാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് വമിൻഹ, വെള്ളിയാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അത്വീബു വസ്സിവാകു, സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ അസ്സിവാക്, ദന്തശുദ്ധീകരണം നടത്തുക എന്നുള്ളത്. വലഹ മസിയ്യത്തുൻ ഫീഹി അലാ ഗൈരിഹി, ഈ കാര്യങ്ങൾക്ക് സുഗന്ധം പൂശുന്നതും ദന്തശുദ്ധീകരണവും ഇതല്ലാത്ത ദിവസങ്ങളിലും സമയങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഒന്നുകൂടി പ്രാധാന്യമുള്ളതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ എന്നത്. വെള്ളിയാഴ്ച ദിവസത്തിൽ സുഗന്ധം ഉപയോഗിക്കലും അതുപോലെ ദന്തശുദ്ധീകരണം നടത്തലും ബാക്കിയുള്ള ദിവസത്തിലൊക്കെ വേണം, വേണ്ടാന്നല്ല. അതിനേക്കാളെല്ലാം ഒന്നുകൂടി പ്രത്യേകതയുള്ള, ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ എന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വമിൻഹ, അതുപോലെ തന്നെ അത്തബ്കീറു വലിശ്തിഗാലു ബിദിക്രില്ലാഹി തആല വസ്സലാത്തി ഇലാ ഖുറൂജിൽ ഇമാം. തബ്കീർ, നേരത്തെ പുറപ്പെടുക എന്നുള്ളത് നമ്മുടെ നാടുകളിൽ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ നേരത്തെ പുറപ്പെടുക എന്നത് അധികം ആളുകളും വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ലെങ്കിലും വേറൊരു കാര്യം ഉണ്ടാവില്ല, ജോലിയോ മറ്റൊന്നുമല്ല, വേറൊരു കാര്യം ഉണ്ടാവില്ല, എന്നാലും ആ ജുമഅയുടെ സമയത്തിന്റെ 5-10 മിനിറ്റ് മുമ്പ് മാത്രം മസ്ജിദിലേക്ക് എത്തുന്ന അവസ്ഥ. നേരത്തെ പുറപ്പെടുന്നതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ പകലിന്റെ ആദ്യത്തിൽ തന്നെ, സൂര്യൻ ഉദിച്ചിട്ടുള്ള ആ ആദ്യ സമയത്ത് തന്നെ നേരത്തെ പുറപ്പെടുന്ന അവസ്ഥയിൽ സലഫുകൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമായിരുന്നു വെള്ളിയാഴ്ച ദിവസം. അത് നമുക്ക് ഇനി എത്രയാണോ സാധിക്കുക അത്ര നേരത്തെ പുറപ്പെടാൻ നാം പ്രത്യേകം പരിഗണിക്കണം, ശ്രദ്ധിക്കണം. കാരണം നേരത്തെ പുറപ്പെടുന്നതിനനുസരിച്ച് പ്രതിഫലം വ്യത്യാസപ്പെടുന്നുണ്ട്, അതിൽ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബത്തി സുമ്മ റാഹ, ആരാണോ വെള്ളിയാഴ്ച ദിവസം ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നത് പോലെ കുളിക്കുകയും അങ്ങനെ മസ്ജിദിലേക്ക് പുറപ്പെടുകയുമാണ്, ഫകഅന്നമാ ഖറബ ബദനതൻ, അങ്ങനെ നേരത്തെ പുറപ്പെടുന്ന അവന് ഒരു ഒട്ടകത്തിനെ അറുത്ത് നൽകുന്ന പ്രതിഫലമുണ്ട്. വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, രണ്ടാമത് പുറപ്പെടുന്നവന് ഫകഅന്നമാ ഖറബ ബഖറതൻ, പശുവിനെ അറുക്കുന്ന പ്രതിഫലമുണ്ട്, പശുവിനെ അറുത്ത് നൽകിയ പ്രതിഫലം. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ, മൂന്നാമത് പുറപ്പെടുന്നവന്, ഇത് മസ്ജിദിൽ എത്തിയ കണക്കല്ല കേട്ടോ പറയുന്നത്, പുറപ്പെട്ട കണക്കാ പറയുന്നത്. ചില ആളുകൾ വിചാരിക്കും മസ്ജിദിൽ എത്തുന്നതാണ് ഇതിന്റെ കണക്ക്. അങ്ങനെയല്ല. മസ്ജിദിന്റെ തൊട്ടപ്പുറത്ത് വീടുള്ള ഒരാള്, അയാൾ ചിലപ്പോ 5 മിനിറ്റ് മുമ്പ് പുറപ്പെട്ട അങ്ങോട്ടെത്തും. കുറെ ദൂരെയുള്ള ആള് അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടതിനേക്കാൾ അയാളെക്കാൾ മുമ്പെത്തും, അല്ലെങ്കിൽ ഒപ്പം എത്തും. അതല്ല ഉദ്ദേശിക്കുക, എപ്പോഴാണ് പുറപ്പെട്ടത് എന്നുള്ളതാണ്. മസ്ജിദ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജുമ നടക്കുന്ന ആ മസ്ജിദിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ദൂരെ വീടുള്ള ഒരാളായിരിക്കും, പക്ഷെ അവൻ എത്തിയപ്പോഴായിരിക്കും ചിലപ്പോ കുറച്ച് മുമ്പായിരിക്കും എത്തുണ്ടാവും, നേരം വഴുകുന്നുണ്ടാവും, ഓരോ ആളുകളുടെ വീടിന്റെ ദൂരമൊക്കെ. പക്ഷെ ആരാണോ നേരത്തെ പുറപ്പെടുന്നത് അവന്റെ കാര്യമാണ് പറയുന്നത്. മൂന്നാമത്തെ സമയത്ത് ആരാണോ പുറപ്പെടുന്നത്, ഫകഅന്നമാ ഖറബ കബ്ശൻ അഖ്റന, നല്ല കൊമ്പുള്ള നല്ലൊരു ചെമ്മരിയാടിനെ അറുത്ത് നൽകിയ പോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ ഫകഅന്നമാ ഖറബ ദജാജതൻ, നാലാമത്തെ സമയത്ത് അഥവാ രാവിലെ ആയി നേരത്തെ സമയം കഴിഞ്ഞ് ഓരോ സമയത്ത് പുറപ്പെടുമ്പോൾ നാലാമത്തെ സമയത്താണ് ഈ കോഴിയെ അറുത്ത് നൽകിയ പ്രതിഫലം, പിന്നെ ഒരു കോഴിമുട്ട ദാനം നൽകിയ പ്രതിഫലം എന്നെല്ലാം ഹദീസിൽ അതിന്റെ തുടർച്ചയായി വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പുറപ്പെടുക എന്നുള്ളത് പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വലിശ്തിഗാലു ബിദിക്രില്ലാഹി തആല, ഇനി നേരത്തെ പുറപ്പെട്ടിട്ട് ആ ദിവസം വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാണോ സമയം ചെലവഴിക്കേണ്ടത്? അല്ല. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ കൂടുതലായിട്ട് നമ്മൾ മുഴുകണം. ബാക്കി യഥാർത്ഥത്തിൽ ആ വല്ല ജന്തുജീവജാലങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചുണ്ടാകുന്ന ഭയമോ പേടിയോ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത്രയധികം വെള്ളിയാഴ്ചയെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. ധാരാളം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ മുഴുകണം. അള്ളാഹുവിന് ഖുർആൻ പാരായണമാവട്ടെ, ബാക്കിയുള്ള കാര്യമാവട്ടെ. വസ്സലാത്ത് ഇലാ ഖുറൂജിൽ ഇമാം, നിസ്കാരം. ഇപ്പോൾ അധികം ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസം മസ്ജിദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
അവന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇമാമ് പുറപ്പെടുന്നത് വരെ അവൻ രണ്ട് റക്അത്തായി സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അവൻ ഉദ്ദേശിക്കുന്ന അത്ര നിസ്കരിച്ചോട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് എത്രയാണോ കഴിയുക, എത്രയാണോ സാധിക്കുക. അപ്പോൾ നേരത്തെ മസ്ജിദിലെത്തി, ഒരു 11 മണിക്ക് എത്തി വിചാരിക്കുക, അല്ലെങ്കിൽ 10 മണിക്ക് എത്തി വിചാരിക്കുക. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ? ഈ രണ്ട് റക്അത്ത് വെച്ചിട്ട് നിസ്കരിക്കുക. ഇനിയിപ്പോൾ 12 എത്ര മണിക്കാണ് വരുന്നത് അപ്പോഴെല്ലാം ഈ രണ്ട് റക്അത്ത് വെച്ച് നിസ്കരിക്കൽ ശ്രേഷ്ഠമായിട്ടുള്ള, ഇമാമ് പുറപ്പെടുന്നവരെ നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വമിൻഹ, വെള്ളിയാഴ്ച ദിവസത്തെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് അൽ ഇൻസാതു ലിൽ ഖുതുബതി വുജൂബൻ. ഖുതുബ ശ്രദ്ധയോടുകൂടി നിശബ്ദതയോടുകൂടി കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുതുബ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത് ഒരാളുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല, ഒരു അശ്രദ്ധ അവന് ഉണ്ടാകാൻ പാടില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നുണ്ട്, ഒരാളോട് സംസാരിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും നന്മ കൽപ്പിക്കാനാണെങ്കിൽ കൂടിയും ആ സമയത്ത് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അവൻ നിശബ്ദതയോടുകൂടി ആ ഖുതുബ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുകയാണ് ഖുതുബയുടെ സമയത്ത് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഖുതുബ എന്നുള്ളത് തദ്കീറാണ്, ഓർമ്മപ്പെടുത്തലാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ചിലപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ദുനിയവിയായിട്ടുള്ള തിരക്കുകളിലും കുടുംബം, മക്കൾ, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ പരലോകത്തെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. ആ ജുമഅയിൽ ആ ഇമാം ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അവന് ആ ജുമഅയുടെ പ്രതിഫലം നഷ്ടപ്പെടും. സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിൽ, ഒരു ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്സൽ ഹസാ ഫഖദ് ലഗ. അന്ന് മസ്ജിദിൽ ചരൽക്കല്ലുകൾ ഉണ്ടാവും. ആരെങ്കിലും ആ ചരൽക്കല്ലെടുത്ത് കളിക്കുകയാണെങ്കിൽ പോലും അവൻ ലഘു പ്രവർത്തിച്ചു, അവൻ ആ അശ്രദ്ധമായിട്ടുണ്ട്, ആ നിസ്കാരത്തിനെ ബാത്തിലാക്കിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ. അഥവാ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. വമിൻഹ, അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച കാര്യമാണ് ഖിറാഅത്തുൽ ജുമുഅത്തി വൽ മുനാഫിഖീൻ ഔ സബ്ബിഹ് വൽ ഗാശിയ. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ ഒന്നെങ്കിൽ സൂറത്തുൽ ജുമുഅയും ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും പാരായണം ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അല എന്നുള്ളതും, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഗാശിയയും പാരായണം ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. മറ്റൊന്ന് വമിൻഹ അയ്യുൽബസ ഫീഹാ അഹ്സന സിയാബിഹി. ഒരാൾ വെള്ളിയാഴ്ച ദിവസം ധരിക്കേണ്ടത് അവന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് വെള്ളിയാഴ്ച ദിവസം അവൻ ധരിക്കേണ്ടത്. പല ആളുകളും വെള്ളിയാഴ്ച ദിവസം കാണാം, അവർ സാധാരണയായിട്ടുള്ള, ചിലപ്പോൾ അവരുള്ളതിൽ വലിയ ഗുണമൊന്നുമില്ലാത്ത വസ്ത്രം ധരിച്ച് മസ്ജിദിലേക്ക് വരുന്നത്. ഒരിക്കലും അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസ്ത്രം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ധരിക്കാനായിട്ട് പ്രത്യേകം വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി വെക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വെള്ളിയാഴ്ചയിൽ ഉള്ളതിൽ വെച്ച്, പുതിയത് ധരിക്കണം എന്നല്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു, പ്രത്യേക നല്ല വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ വന്നിട്ടുണ്ട് വലബിസ മിൻ അഹ്സനി സിയാബിഹി എന്ന് വന്നിട്ടുണ്ട്. വമിൻഹ, അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഉലമാക്കൾ ഈ ഹദീസിനെ പറ്റി പറയാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്രയും പ്രതിഫലമുള്ള വേറൊരു ഹദീസും വന്നിട്ടില്ല എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അന്ന ലിൽ മാശി ഫീഹാ ബികുല്ലി ഖുത്വത്തിൻ അജ്റ സനത്തിൻ സിയാമഹാ വഖിയാമഹാ. വെള്ളിയാഴ്ച ദിവസം മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ആൾക്ക് അവന്റെ ഓരോ കാലടിക്കും 1 വർഷം അവൻ സുന്നത്തായ നോമ്പുകൾ നോറ്റ, രാത്രി നിന്ന് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. അത്രയും പ്രതിഫലം ലഭിക്കുന്ന വേറൊരു കർമ്മവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടില്ല എന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഹദീസ്? ഹദീസ് വായിക്കാം. ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അൻ ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി വഗസ്സല.
ആരാണോ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നത്, അതുപോലെ തന്നെ കുളിപ്പിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരാൾക്ക് കുളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. വ്യക്തമാക്കി പറഞ്ഞാൽ അവൻ അവന്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കാരണത്താൽ ഭാര്യയ്ക്ക് കുളി നിർബന്ധമാകുന്ന അവസ്ഥ, ആ അവസ്ഥ ആരാണോ വെള്ളിയാഴ്ച കുളിക്കുകയും അതുപോലെ തന്നെ മറ്റൊരാൾ അത് ഭാര്യയ്ക്ക് ഇണക്ക് കുളിക്കാനുള്ള ഒരു സാഹചര്യമാവുകയും ചെയ്യുന്നത്. വബക്കറ വബ്തകറ, അതിനുശേഷം രാവിലെ തന്നെ പ്രഭാതത്തിന് സൂര്യൻ ഉദിച്ചിട്ടുള്ള ആദ്യ സമയത്താണ് ബുക്രത്ത് എന്ന് പറയുന്നത്, പ്രഭാതത്തിന്റെ ആ സമയത്ത് തന്നെ അവൻ പുറപ്പെടുന്നു. വദന, അവൻ ഇമാമിനോട് അടുത്തിരിക്കുന്നു. വസ്തമഅ വഅൻസത, നിശബ്ദനായി ശ്രദ്ധയോടുകൂടി ഇമാമിന്റെ ഖുത്ബ കേൾക്കുന്നു. കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തൂഹാ അജ്റു സനത്തിൻ സിയാമുഹാ വഖിയാമുഹാ, അവൻ കാലടി വെക്കുന്ന ഓരോ കാലടിക്കും ഒരു വർഷം മുഴുവൻ അവൻ നോമ്പ് നോറ്റാൽ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം ഉണ്ടാവുമോ ഓരോ കാലടിക്കും അത്ര പ്രതിഫലം ഉണ്ടാവും. ആ നടത്തത്തിന് മൊത്തമല്ല, ഓരോ കാലടിക്കും. സൽഫുകൾ പറഞ്ഞാണ് അവർ കാലടികൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് നടക്കുമായിരുന്നു, ചെറിയ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് നടക്കുമായിരുന്നു. ഇതിൽ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ മനസ്സ് അത് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ദേഹേച്ഛ വർദ്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നിനും സാധിക്കൂല. അതേസമയം അവന്റെ ഇണയുമായി ഹലാലായ രീതിയിൽ അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ടുള്ള ഒരു സമാധാനം മാത്രമല്ല, അവന്റെ മനസ്സിന് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പാകം, ഒരു ഒതുക്കം വരും. അങ്ങനെ ജുമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവന് വരുന്ന വഴിയിൽ ദൃഷ്ടി താഴ്ത്താൻ ഒരു സഹായകമാകും. അതുപോലെ തന്നെ ജുമയിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കാൻ അതൊരു കാരണമാകും. അതുകൊണ്ടെല്ലാമാണ് ആ കാര്യം ആദ്യം പറഞ്ഞത് എന്ന്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനെ നടന്നുകൊണ്ട് മസ്ജിദിലേക്ക് വന്നാൽ അവർക്കുള്ള ആ പ്രതിഫലം, ഒരു വർഷത്തെ നോമ്പ് നോറ്റ രാത്രി നിസ്കരിച്ച പ്രതിഫലം ഓരോ കാലടിക്കും ലഭിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ചകളിൽ പരമാവധി എല്ലാ വെള്ളിയാഴ്ചകളും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല, പല തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ സാധിക്കുന്ന അത്രയും നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. വമിൻഹ, അതുപോലെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അന്നഹു യുകഫിറു സയ്യിആത്ത്, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള ഒരു കാര്യമാണ് ജുമുഅ എന്നുള്ളത്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ കഫാറാത്തുൻ ലിമാ ബൈനഹുൻ, 5 വക്ത നിസ്കാരവും ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും അതിന്റെ ഇടയിലുള്ള പാവങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പാപങ്ങൾ പൊറുക്കാൻ വെള്ളിയാഴ്ച ദിവസം കാരണമാകും. മറ്റൊന്ന് യൗമുൽ ജുമുഅയുടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മിൻഹ സാഅത്തുൽ ഇജാബ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയം. നമുക്കറിയാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനും നമ്മെ സഹായിക്കാനും എല്ലാത്തിനും പൂർണ്ണമായ കഴിവും അധികാരവും ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും തന്നെ നമ്മെ സഹായിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ നമുക്ക് നേരിടേണ്ടി വരുന്ന ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. അവൻ അള്ളാഹുവിനോട് സഹായങ്ങൾ ചോദിക്കാൻ സാധിക്കുക എന്നുള്ളത് അവന് ലഭിക്കുന്ന മഹത്തായ അവസരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു അവസരം, അതിൽ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം. ഹദീസിൽ കാണാം, ഫീഹി സാഅത്തുൻ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ആ സമയത്ത് ഒരു മുസ്ലിമായ അടിമ വഹുവ ഖായിമുൻ യുസല്ലി, അവൻ നിന്ന് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് യസ്അലുല്ലാഹ തആല ഷൈഅൻ, അവൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇല്ലാ അതാഹു ഇയ്യാഹ്, അവനത് നൽകാതിരിക്കില്ല. അവന് തീർച്ചയായിട്ടും അവൻ എന്താണോ ചോദിക്കുന്നത് അത് അല്ലാഹു തആല നൽകും. ആ സമയം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉലമാക്കൾ വലിയ ഒരു ജിഹാദ് തന്നെ ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. അതിൽ 40ഓളം അഭിപ്രായങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഏതാണ് ആ സമയം എന്ന് അറിയാൻ വേണ്ടി ഉലമാക്കൾ ഗവേഷണം നടത്തി തെളിവുകൾ നോക്കി പഠിച്ചതിൽ 40ഓളം അഭിപ്രായങ്ങൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും അർജഹായിട്ടുള്ളത്, ഏറ്റവും
പ്രാധാന്യമുള്ളതായി വന്നിട്ടുള്ളത് രണ്ട് സമയങ്ങളാണ്. ഒന്നാമത്തേത് അന്നഹ മിൻ ദുഖൂലിൽ ഇമാമി ഇലാ അൻ തുഖ്ളാ സ്വലാത്തുൽ ജുമുഅ, ഇമാം മസ്ജിദിൽ പ്രവേശിച്ചത് മുതൽ നിസ്കാരം അവസാനിക്കുന്നവരെ, സലാം വീട്ടി നിസ്കാരം അവസാനിക്കുന്നവരെയുള്ള സമയമാണ് എന്ന് വന്നിട്ടുണ്ട്. കാരണം ഇതേ ആശയത്തിൽ വേറെയും ഹദീസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, അതാണ് ഇമാം അഹ്മദും ധാരാളം പണ്ഡിതന്മാരും എടുത്തിട്ടുള്ളത്, അന്നഹ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅയുടെ അവസാന സമയം, ആഖിറു സഅത്തിൻ ഖുബൈല ഖുറൂബി ശംസി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ കുറച്ച് തൊട്ട് മുമ്പുള്ള ആ സമയം, അതാണ് ആ സമയം എന്ന് പറഞ്ഞതും കാണാം. അപ്പോൾ ആ സമയം എന്തുകൊണ്ടാണ് നിസ്കരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്, പക്ഷെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ അവസാന സമയമാണ് അത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ അല്ലാഹു തആല ഒരു അവസരം തന്നുയിരിക്കെ ആ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകി അശ്രദ്ധമായിരിക്കുകയാണെങ്കിൽ നഷ്ടം നമുക്കാണ്, വേറെ ആർക്കുമല്ല. നഷ്ടം നമുക്കല്ലാതെ വേറെ ആർക്കുമല്ല. അതുകൊണ്ട് ആ സമയം ദുആഇന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഖുത്ബ നിർവഹിക്കുന്ന ആ സമയം പറഞ്ഞല്ലോ, അതിൽ ജുമുഅ നിസ്കാരത്തിൽ ഇമാം മിമ്പറിൽ ഇടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇമാം ഖുത്ബയിലും മറ്റും പറയുന്ന ദുആഇന്റെ ആമീൻ പറഞ്ഞുകൊണ്ട് എല്ലാം ആ സമയം ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തത് ഈ വെള്ളിയാഴ്ചയുടെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള ആ സമയവും. എന്നിട്ട് പറയാണ്, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിരുന്ന രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ ഇഹ്മറത് ഐനാഹു വഅലാ സൗതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. വഅലാ സൗതുഹു, അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു. വഷ്തദ്ദ ഗളബുഹു, ശക്തമായി കോപം വരുമായിരുന്നു. ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചിരുന്നത്. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം പുറപ്പെടുന്ന സമയത്ത് ആ സൈന്യത്തിനെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന, താക്കീത് ചെയ്യുന്ന ഒരാളെ പോലെ, സൈന്യാധിപനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചിരുന്നത്. യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, സബ്ബഹക്കും വമസ്സാക്കും, അതായത് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പോൾ ഖുതുബ എന്നുള്ളത് ആളുകൾക്ക് തദ്കീർ നൽകേണ്ട ഒരു കാര്യമാണ്. ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട, അവരെ കാര്യങ്ങൾ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട, ദീനിയായ കാര്യങ്ങൾ, പരലോകത്തെ കുറിച്ച് താക്കീത് ചെയ്യേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ് ജുമുഅ എന്നുള്ളത്. ഇനി പറയാണ്, വകാന യഖൂലു ഫീ ഖുത്ബതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നു, അമ്മാ ബഅദു. അമ്മാ ബഅദ് എന്ന അറബി വാക്കുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് മഹ്മാ യകുൻ ബി അംരി ഷൈഅൻ, അതായത് ഇതിനു ശേഷം ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറയാൻ പോവുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന, വേർതിരിക്കുന്ന ഒരു വാക്കാണ് അമ്മാ ബഅദ് എന്നുള്ളത്. ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. വകാന യുഖസ്സിറുൽ ഖുത്ബത വയുതീലു അസ്സലാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ചുരുക്കുകയും നിസ്കാരം ദീർഘിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ രീതി. ഹദീസുകൾ വന്നിട്ടുണ്ട്, ഇന്ന തൂല സ്വലാത്തി റജുൽ വഖിസറ ഖുതുബതിഹി മഇനതുൻ മിൻ ഫിഖ്ഹി, ഒരാളുടെ നിസ്കാരം ദീർഘിക്കുകയും ഖുതുബ കുറയുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ഫിഖ്ഹിന്റെ അടയാളമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഖുതുബ വെറുതെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആളുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടി പറയേണ്ട ഒരു കാര്യമല്ല ഖുതുബ എന്ന് പറഞ്ഞാൽ. ഖുതുബ, വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കിക്കൊണ്ട് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കണം വെള്ളിയാഴ്ചയിലെ ഖുതുബ. പറയാണ്, വകാന യുഅല്ലിമു അസ്ഹാബഹു ഫീ ഖുതുബതിഹി ഖവാഇദൽ ഇസ്ലാമി വശറാഇഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഖുതുബയിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നത് ഖവാഇദൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളാണ്, അഥവാ അഖീദകളാണ്.
ഇസ്ലാമിന്റെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം, ഈമാൻ കാര്യങ്ങളിൽ ഓരോന്നുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും ശറഈ കാര്യങ്ങൾ അഥവാ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പ്, അതുപോലെയുള്ള മറ്റുള്ള ദീനിയായ കാര്യങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാനുള്ളതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥ പറയാനുള്ളതും ചില ആൾ കവിത പറയാനുള്ളതൊക്കെയാണെന്ന്. നഊദു ബില്ലാഹ്. ചില ഖുതുബകളിൽ ഞാൻ നേരിട്ട് കേട്ട ഒരു ഖുതുബയിൽ ഒരാള് പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ്, അറിയപ്പെട്ട ഒരു പ്രബോധകനാണ്. അദ്ദേഹം ഖുതുബയിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആകാശത്തെ നക്ഷത്രങ്ങളെ അത്ഭുതം പറയാ, അതിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ ഇരുന്ന് പാടുന്നത്. വേറൊരാള് ഒരിക്കലോട് നേരിട്ട് ഒരാൾ പറഞ്ഞതാണ്, അയാള് ഖുതുബയ്ക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കവിത അല്ലെങ്കിൽ ഏതോ ഒരു കവിതയോ ഒക്കെ പറഞ്ഞതായിരുന്നു. നഊദു ബില്ലാഹ്. ഒരു ജഹലിന്റെ അടയാളമാണത്. കാരണം ഇങ്ങനെ ഖുതുബ അതല്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണത്. അതൊരിക്കലും തമാശയായിട്ടോ, അല്ലെങ്കിൽ ചില ആളുകൾ തമാശകൾ പറയുന്ന ഖുതുബകളുണ്ട്. അവരുടെ ഖുതുബക്ക് ആളുകൾ കുറച്ച് ചിരിക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കഥ പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ. ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളെ ചർച്ച ചെയ്തിരുന്ന, പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് വെള്ളിയാഴ്ച ജുമുഅ മിമ്പറുകൾ എന്നുള്ളത്. അതും ദീർഘിപ്പിച്ചിട്ടല്ല, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള സംസാരമാണ് ആളുകളുടെ ഹൃദയത്തിൽ ഓർമ്മിച്ച് നിൽക്കുകയുള്ളൂ. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ കുറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഓർമ്മയിൽ നിൽക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. വകാന യഅ്മുറുഹും വയൻഹാഹും ഫീ ഖുതുബതിഹി ഇദാ അറള ലഹു അംറുൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കാര്യം കൽപ്പിക്കേണ്ടതോ വിരോധിക്കേണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കണം, വിരോധിക്കണം എന്ന് വന്നപ്പോൾ, ഉദാഹരണത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ ആളുകൾ സ്വഫായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആളുകളെ നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കയറി വരിക. നമ്മൾ വസ്തിയിലൊക്കെ ചിലപ്പോൾ കാണും. അപ്പൊ അങ്ങനെ വരുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത വആനൈത. നീ അവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്ക്, നീ മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഒന്നാമത് നീ വൈകി വരും ചെയ്തു, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ ഒരാൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മസ്ജിദിലേക്ക് വന്ന് തഹിയ്യത്ത് നിസ്കരിക്കാതെ അയാൾ മസ്ജിദിൽ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഓർമ്മപ്പെടുത്തി, ഖും ഫസല്ലി റക്അത്തൈൻ, നീ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, കമാ അമറ ദാഖില വഹുവ യഖ്തുബു അൻ യുസല്ലിയ റക്അത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്ന ഒരാളോട് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫഇദാ റആ മിൻഹും ദാ ഫാഖത്തിൻ വഹാജത്തിൻ അമറഹും ബിസ്സദഖതി വഹദ്ദഹും അലൈഹാ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലോ എന്തെങ്കിലും ആവശ്യക്കാരായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ആരെങ്കിലും പിന്നെ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വതക്ക കൊടുക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ആ ഒരു സംഭവം വായിക്കാം. സ്വഹീഹ് മുസ്ലിമിലെല്ലാം ഉള്ള സംഭവമാണ്. ഒരിക്കൽ കുറച്ച് ആളുകൾ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് എത്തി. അവര് അങ്ങനെ പൂർണ്ണമായി ഔറത്ത് മറക്കാനുള്ള നല്ല വസ്ത്രങ്ങളില്ല, ചെരുപ്പില്ല, അതുപോലെ തന്നെ ഒരൊറ്റ പുതപ്പ് പോലത്തെ ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പിന്നെ വളരെ ദാരിദ്ര്യം ഉള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അവരധികവും മുളർ ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ ഇത് ഇവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അസ്വസ്ഥമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വളരെ അസ്വസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ വീടിന്റെ അകത്തും പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കും, സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന പോലെ അങ്ങനെ ഇതായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും നിസ്കാരം നിർവഹിക്കുന്നത് ജുമയുടെ സമയത്തല്ല, വേറെ സന്ദർഭത്തിൽ നിസ്കരിക്കുകയും എന്നിട്ട് ഖുതുബ നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആയത്തുകൾ ഓതി,
പിന്നെ തഖുല്ലാ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ എന്നീ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഈ ആളുകൾക്ക് വേണ്ടി സദഖ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആളുകൾ സദഖ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തെങ്കിലും ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു സദഖ നിർവഹിക്കാനെല്ലാം. وكان يشير في خطبته بأصبعه السبابة عند ذكر الله ودعائه. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട രീതിയിൽപ്പെട്ട ഒരു കാര്യമാണ് അവിടുന്ന് അള്ളാഹുവിനെ പറ്റി പറയുമ്പോഴും അതുപോലെ ദുആ ചെയ്യുമ്പോഴെല്ലാം അവിടുത്തെ ചൂണ്ടുവിരൽ ഉയർത്താറുണ്ടായിരുന്നു. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതുപോലെ ദുആ ചെയ്യുമ്പോഴെല്ലാം ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് അവരുടെ അടിമയെ കൊണ്ട് മിമ്പർ ഉണ്ടാക്കി കൊടുക്കുകയും 3 പടിയുള്ള മിമ്പറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. അതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള രീതി. ചില പണ്ഡിതന്മാർ നമ്മുടെ ധാരാളം മസ്ജിദുകളിൽ, നാടുകളിൽ കാണുന്ന തരത്തിലുള്ള മിമ്പറുകൾ അത് ബിദ്അത്താണെന്ന് വരെ പറഞ്ഞത്. പക്ഷെ അതങ്ങനെയല്ല. മസ്ജിദുൽ മുർസല എന്ന നിലക്ക് അഥവാ ഉയർന്നു നിൽക്കുക എന്നാണ് അവിടെ ആവശ്യം. അത് നിർവഹിക്കാനുള്ള വസ്തു എന്ന നിലക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സുന്നത്തിനോട് യോജിച്ചിട്ടുള്ളത് 3 പടികളായിട്ടുള്ള മിമ്പറുകളാണ്. ഭാഗത്ത് ഒരു മറയില്ലാത്ത രീതിയിലുള്ള. വലം യൂളഅ അൽ മിമ്പറു ഫീ വസതിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ എന്നുള്ളത് മസ്ജിദിന്റെ നടുഭാഗത്തായിക്കൊണ്ട് വെച്ചിട്ടുള്ളതായിരുന്നില്ല. ജാനിബിഹി അൽ ഗറബി ബൈനഹു വബൈനൽ ഹായിതി ഖദ്റു മമർരി ശാതി. പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുമരിനോട് ചേർന്നിട്ടാണ് പിന്നെ മിമ്പർ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ജൂതന്മാരെല്ലാം അവരുടെ നടുഭാഗത്താണ് അവരുടെ രീതിയിലൊക്കെ മിമ്പർ വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചുമരിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് മിമ്പർ വെച്ചിട്ടുണ്ടായിരുന്നത്. മിമ്പറും മസ്ജിദിന്റെ ചുമരും തമ്മിൽ അതിന്റെ ഇടയിലൂടെ ഒരു ആടിന് പോകാൻ മാത്രമുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മിമ്പർ വെച്ചിരുന്നത്. ചുമരിനോട് ചേർത്തി നിൽക്കുന്നതിലല്ല, കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടുള്ള അവസ്ഥയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് മിമ്പർ എന്ന് കാണാം. വകാന ഇദാ ജലസ അലൈഹി ഫീ ഗൈറിൽ ജുമുഅത്തി. ഇനി ജുമുഅ അല്ലാത്ത ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിന്മേൽ ഇരുന്നു കൊണ്ട് സഹാബികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ദർസോ അല്ലെങ്കിൽ അതായത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഹദീസ് പറഞ്ഞു കൊടുക്കാനോ ഖുർആൻ ഓതി കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ആ മിമ്പറിന്മേൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഔ ഖതബ ഖായിമൻ യൗമൽ ജുമുഅ. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചിരുന്നത് നിന്നുകൊണ്ടാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ നിർവഹിച്ചത് നിന്നുകൊണ്ടാണ്. അല്ലാത്ത സമയത്ത് മിമ്പറിന്മേൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കാരണം ഒന്ന് ഉയർന്ന സ്ഥലമാണ്, ആൾക്ക് കാണാനും എല്ലാം വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇസ്തദാർ അസ്ഹാബുഹു ഇലൈഹി ബിവുജൂഹിഹിം. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവരുടെ മുഖം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞ് നിൽക്കാറുണ്ട്. അഥവാ ഇരിക്കുന്നത് സഫുകളിലായിട്ടിരിക്കും, എന്നാൽ അവരുടെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയായിരിക്കും. ഇത് അധിക മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അവർ ഖുതുബ കേട്ടാൽ മതിയല്ലോ, തല താഴ്ത്തി നിൽക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ള നിലക്കൊക്കെ ഇരിക്കുന്നത് കാണാം. അങ്ങനെയല്ല, ഖുതുബയുടെ സമയത്ത് ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖതീബിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. സലഫുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണത്. ഖുത്ബ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഖതീബിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ അവർ മുഖം ഖതീബിനെ നോക്കുക, ഖതീബിന്റെ മുഖം എന്നല്ല, ഖതീബിനെ നോക്കുക. സഹാബികൾ മുഖം കൊണ്ട് ഖതീബിന്റെ നേരെ തിരിയാറുണ്ട്. ശരീരം സഫുകളിലായിരിക്കുമ്പോൾ അവർ മുഖം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കാറുണ്ടായിരുന്നു. വകാന യഖൂമു ഫയഖ്തുബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിരിക്കും, ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ഇരുന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഖുത്ബ നിർവഹിക്കും. സുമ്മ യജ്ലിസു ജിൽസതൻ ഖഫീഫതൻ. പിന്നെ ആ ഖുത്ബയുടെ ഇടയിൽ ചെറിയ ഒരു ഇരുത്തം ഇരിക്കും.
ഒരു ഇസ്തിറാഹത്തിന് ആവശ്യമായ രീതിയിൽ ഒരു ഇരുത്തം ഇരിക്കാറുണ്ട്. സുമ്മ യഖൂമു ഫയഖ്തുബു ത്സാനിയ, എന്നിട്ട് വീണ്ടും ഒന്നുകൂടി എഴുന്നേറ്റ് ഒരു ഖുതുബ കൂടി നിർവഹിക്കാറുണ്ട്. വെള്ളിയാഴ്ച ജുമുഅയിൽ ഒരു ഖുതുബയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ ഒന്ന് ഇരുന്നിട്ട് രണ്ട് ഖുതുബകളായിട്ടാണ് നിർവഹിക്കാറുള്ളത്. ഫഇദാ ഫറഗ മിൻഹാ അഖദ ബിലാൽ റളിയല്ലാഹു അൻഹു ഫിൽ ഇഖാമ, അങ്ങനെ ആ രണ്ടാമത്തെ ഖുതുബ നിർവഹിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കും. വകാന യഅ്മുറു ബിദ്ദുനൂവി വൽ ഇൻസാത്ത്, ഖുതുബയുടെ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഓർമ്മിപ്പിക്കാറുള്ള കാര്യം, അല്ലെങ്കിൽ അല്ലാതെയും എല്ലാ സമയത്തും ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്, ഒന്ന് ഇമാമിനോട് അടുത്തിരിക്കണമെന്നും അതുപോലെ മിണ്ടാതിരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നും എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമായിരുന്നു അത്. ഖുതുബയുടെ സമയത്ത് ബുദ്ധിമുട്ടില്ല എങ്കിൽ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ഇല്ല എങ്കിൽ, നമുക്ക് ഏറ്റവും ഇമാമിനോട് അടുത്ത് എവിടെയാണോ ലഭിക്കുന്നത്, നമ്മൾ വരുന്ന സമയം അനുസരിച്ച് എവിടെയാണോ ലഭിക്കുക അത്രയും മുന്നിലേക്ക് ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇതറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ എത്ര നേരത്തെ വന്നാലും ഏറ്റവും പിന്നിൽ ചുമരിനോട് ചാരിക്കും, അല്ലെങ്കിൽ സൈഡിൽ ചാരിക്കും. ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രായം കൊണ്ടോ ശരീരവേദന കൊണ്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇരിക്കുന്നവരെ പറ്റിയല്ല. അല്ലാത്ത ആളുകൾ എത്രയാണോ നമുക്ക് അടുത്തിരിക്കാൻ പറ്റുക അത്രയും അടുത്തിരിക്കാൻ. അതുപോലെ വല്ല ഇൻസാത്ത്, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് മുഴുകിപ്പോകുന്ന അശ്രദ്ധമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. വയുഖ്ബിറു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അന്ന റജുല ഇദാ ഖാല ലിസാഹിബിഹി അൻസിത് ഫഖദ് ലഗാ, ഇമാമിന് വേണമെങ്കിൽ മിമ്പറിന്റെ മേലെന്ന് പറയാം ആളുകളോട് മിണ്ടാതിരിക്കാൻ. പക്ഷേ നമ്മുടെ അടുത്തൊരാൾ വർത്താനം പറയുന്നുണ്ട് വിചാരിക്കുക, അപ്പൊ അയാളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മിണ്ടാതിരിക്കുന്നൂടി പറയാൻ പറ്റൂല. ആ സമയത്ത് നന്മ കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിന്മ വിരോധിക്കാനോ അങ്ങനെ ഒന്നിനും മൂമിങ്ങൾക്ക് പാടില്ല. മൂമിങ്ങൾ അവിടെ ഉത്തരവാദിത്തം ഖുത്ബ ശ്രദ്ധിക്കുക. ഖത്തീബിന് വേണമെങ്കിൽ എന്ത് പറയാം? ആളുകളോട് എന്തെങ്കിലും കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്യാം. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആള് അയാൾ സംസാരിച്ചാൽ പോലും മിണ്ടാതിരിക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ പറയാൻ കൂടിയും മുഅ്മിനീങ്ങൾ പാടില്ലാത്തതാണ്. അത് ലഘുവാണ്, അത് അശ്രദ്ധമാകുന്നൊരു കാര്യമാണ്. വമൻ ലഗ ഫലാ ജുമുഅത ലഹു, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന് പിന്നെ ജുമുഅ ഇല്ല, അഥവാ ജുമുഅയുടെ പ്രതിഫലം അവന് ലഭിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞൊരു വാക്കെന്താ അറിയാമോ മക്കൾ? കൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, കിതാബുകൾ വേദഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഒരു കഴുതയെ പോലെയാണവർ. കാരണം ജുമുഅക്ക് വന്നിരുന്നിട്ടുണ്ട്, ജുമുഅക്ക് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ യാതൊരു പ്രതിഫലം ഇല്ലാതെ പോകുന്ന അവസ്ഥയായിരിക്കും ജുമുഅ ദിവസം സംസാരിക്കുക അല്ലെങ്കിൽ അശ്രദ്ധമാകുന്ന കാര്യങ്ങൾ മുഴുകുക എന്നുള്ളത്. ഖുത്ബ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക എന്നുള്ളതും ഇതേപോലെ തന്നെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല അൽ ജുമുഅത ദഖല ഇലാ മൻസിലിഹി ഫസല്ല റക്അതൈനി സുന്നതഹാ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ ബാക്കിയുള്ള ദുഹറുമായി ബന്ധപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ പറഞ്ഞു. ജുമുഅയുമായി ബന്ധപ്പെട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് ഖുത്ബ നിർവഹിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. വഅമറ മൻ സല്ലഹ അൻ യുസല്ലിയ ബഅദഹ 4, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ, ആരാണോ ജുമുഅ നിസ്കരിക്കുന്നത് അവൻ 4 റക്അത്ത് നിസ്കരിക്കട്ടെ, സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന്. ഹദീസ് ഇങ്ങനെയാണ്: ഇദാ സല്ല അഹദുകുമുൽ ജുമുഅത ഫൽയുസല്ലി ബഅദഹ 4, ആരാണോ ജുമുഅ നിർവഹിക്കുന്നത് അവൻ അതിനുശേഷം 4 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയെ പറ്റിയിട്ട് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫകാന ലാ യുസല്ലി ബഅദൽ ജുമുഅതി ഹത്താ യൻസരിഫ, മസ്ജിദിൽ നിന്ന് പോകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഫയുസല്ലി റക്അതൈനി ഫി ബൈതിഹി, വീട്ടിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അപ്പൊ ഈ 2 ഹദീസ് ഈ തരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ചെയ്യേണ്ടത്? 2 റക്അത്താണോ നിസ്കരിക്കേണ്ടത്, 4 റക്അത്താണോ നിസ്കരിക്കേണ്ടത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഖാല ശൈഖുന, ഞങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞു. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബിൽ ഷെയ്ഖുന, ഖാല ശൈഖുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ സല്ല ഫിൽ മസ്ജിദി സല്ല 4,
മസ്ജിദിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഒരാൾ നിസ്കരിക്കുന്നെങ്കിൽ അവൻ 4 റക്അത്ത് നിസ്കരിക്കട്ടെ. വൈദാ സല്ലാ ഫി ബൈതിഹി സല്ലാ റക്അത്തൈൻ, അവൻ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നെങ്കിൽ ജുമുഅയ്ക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നീ 2 ഹദീസുകളെ ജംഉ ചെയ്തുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതിന്റെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാദുൽ മആദിൽ ഇങ്ങനെയല്ല, 33ഓളം ഫദ്ലുകൾ എണ്ണിയിട്ട് അതിന്റെ ദലീലുകളും പറഞ്ഞ് അതിനുള്ള ചർച്ചകളൊക്കെ ചെയ്തിട്ട് വളരെ സുദീർഘമായിട്ട് ഇതിന്റെ യഥാർത്ഥ കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്. അതിന്റെ തികച്ചും ചുരുക്കിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇതിനേക്കാൾ ഗൗരവത്തിലുള്ള ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കുന്ന സമയത്ത് ജുമയുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഫത്ഹുൽ ബാരിയോ അതുപോലെ ആരെങ്കിലും കിതാബുകളൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ കേൾക്കാൻ സാധിക്കും വെള്ളിയാഴ്ചയുടെ ഫദ്ലുകൾ വന്നിട്ടുള്ള ഹദീസുകൾ. അപ്പോൾ ധാരാളം ശ്രേഷ്ഠതയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം മറ്റുള്ള ദിവസം പോലെ ആവരുത്, നമ്മുടെ ദിവസങ്ങളിൽ മറ്റുള്ളൊരു ദിവസം പോലെ ആവരുത് വെള്ളിയാഴ്ച ആ ദിവസത്തെ പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു ചിട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇന്ന കാര്യങ്ങളാണ് വെള്ളിയാഴ്ചയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വലാത്ത് 10,000കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന സലഫുകൾ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം, അത്രയും ശ്രദ്ധിച്ചിരുന്ന ആളുകൾ. അതുപോലെ ദുആഇന് വേണ്ടി പ്രത്യേകം മാറിയിരുന്ന ചില സലഫുകൾ, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞാൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും, ദുആയിലും ദിക്റിലുമായിക്കൊണ്ട് മഗ്രിബ് കഴിഞ്ഞിട്ടേ അവിടുന്ന് പിരിയുള്ളൂ. അങ്ങനെ ചെലവഴിച്ചിരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളൊന്ന് ചിട്ടയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന വെള്ളിയാഴ്ച ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം, അതൊരു ശീലമായി വന്ന് അള്ളാഹിനോട് തൗഫീഖ് ചോദിച്ച് അത് ശീലമായി കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാവും. പിന്നെ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കും, നമ്മുടെ ഒപ്പം കാണുന്ന ആളുകൾ പഠിക്കും. അങ്ങനെ ഒരു മാറ്റം ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടിയും വിദേശത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആളുകൾ അവർക്ക് ലീവുള്ള ഒരു ദിവസമായിട്ട് ഉറങ്ങാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാനും വേറെ എന്തെങ്കിലും ആഘോഷിക്കാനും മാത്രമായിട്ടൊക്കെ ചെലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ലീവുള്ള ഒരു സാഹചര്യമൊക്കെ ആയിട്ടാണ്. പക്ഷെ ആ ദിവസത്തെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്, ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ സംക്ഷിപ്തമായിട്ട് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അടുത്തത് ഈദിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഓരോ കാര്യത്തിലും പഠിക്കാനും കഴിവിന്റെ പരമാവധി അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.